നിങ്ങൾ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുകയായിരിക്കും. വീട്ടിലെല്ലാം എല്ലാ വാതിലുകളും പൂട്ടിയിട്ട് റൂമിൽ കിടന്നുറങ്ങുകയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ജനലിൽ കൂടെ ഒരു രൂപം അകത്തേക്ക് വരുന്നു. അയാളുടെ കയ്യിലൊരു തോക്കോ കത്തിയോ എന്തോ ഉണ്ട്. അയാളുടെ ഉദ്ദേശം നിങ്ങളെ കൊല്ലുക എന്നതാണ്. 1984 1985 ഇടയിൽ കാലിഫോർണിയയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പേടിയിലാണ് ഓരോ രാത്രിയും തള്ളി നീക്കിയത്. വേനൽക്കാലത്തുണ്ടാകുന്ന ആ ചൂടിൽ പോലും ജനങ്ങൾ വീടിൻ്റെ ജനലുകളും വാതിലുകളും ഇരുമ്പ് കമ്പികൾ വെച്ച് പൂട്ടി തൂക്കുകളും വാങ്ങി കാവലിരുന്ന കഥ. രാത്രി 9 മണി കഴിഞ്ഞാൽ ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന കാലം. കാരണം ഇരുട്ടിൽ ഒളിച്ചിരുന്ന ആളുകളെ വേട്ടയാടാൻ ഒരു മനുഷ്യമൃഗം ഇറങ്ങിയിരുന്നു. മാധ്യമങ്ങൾ അവനെ ഒരു പേരിട്ട് വിളിച്ചു, ദ നൈറ്റ് സ്റ്റോക്കർ. ഈ പേര് പിന്നിൽ ഒരു ഹോളിവുഡ് കണക്ഷൻ ഉണ്ടായിരുന്നു. 1974 അമേരിക്കയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന രാത്രികാലങ്ങളിൽ വാമ്പയർമാരെ വേട്ടയാടുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ കഥ. ദ നൈറ്റ് സ്റ്റോക്കർ എന്ന ഹൊറർ TV സീരീസിൽ നിന്നാണ് ലോസ് ഏഞ്ചൽസ് ടൈംസിലെ ഒരു റിപ്പോർട്ടർ ഈ പേര് കണ്ടെത്തിയത്. ഈ പേര് കൂടെ വന്നതോടെ ആ കൊലയാളികളുടെ ഉള്ളിലെ അഹങ്കാരം കൂടുകയും ചെയ്തു. അവൻ സ്വയം ഒരു അമാനുഷിക ശക്തിയായിട്ട് കരുതി. നീണ്ട ചുരുണ്ട മുടിയും കണ്ണുകളിൽ സാത്താൻ്റെ ക്രൂരതയും ഒളിപ്പിച്ച റിച്ചാർഡ് റാമറസ് എന്ന കൊലയാളി ആരായിരുന്നു? നമുക്കിന്ന് നോക്കാം. 1960 ഫെബ്രുവരി 29 ടെക്സാസിലെ എൽപാസോയിലാണ് റിച്ചാർഡ് റാമറസ് ജനിക്കുന്നത്. റിക്കാർഡോ ലെയ്യോ മുനോസ് റാമറസ് എന്നായിരുന്നു അയാളുടെ യഥാർത്ഥ പേര്. ഒരു റെയിൽവേ ജോലിക്കാരനായിരുന്നു അവൻ്റെ അച്ഛൻ. ദിവസേന മദ്യപിച്ച് വന്ന് അവനെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. റിച്ചാർഡിന് 5 വയസ്സുള്ളപ്പോൾ ഒരു ഊഞ്ഞാൽ വന്ന് അവൻ്റെ തലയിലിടിക്കുകയും പിന്നെ 10 വയസ്സിലുണ്ടായിട്ടുള്ള ഒരു സ്റ്റീൽ കമ്പിയുടെ അപകടത്തിലും അവന് കഠിനമായ അപസ്മാരം പിടിപെട്ടിരുന്നു. അച്ഛൻ്റെ മർദ്ദനത്തിൽ പേടിച്ചിട്ട് റിച്ചാർഡ് എല്ലാ ദിവസവും രാത്രിയിൽ വീടിന് തൊട്ടടുത്തുള്ളൊരു സെമിത്തേരിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അവനിൽ ഒരു സാത്താനിക് ചിന്തകളെല്ലാം ഉണ്ടായിരുന്നു. റിച്ചാർഡ് 10 വയസ്സ് മുതൽ തന്നെ ഡ്രഗ്സിന് അടിമയായിരുന്നു. എന്നാൽ റിച്ചാർഡിൻ്റെ ഉള്ളിലെ കൊലയാളിയെ പൂർണ്ണമായിട്ട് ഉണർത്തിയത് അവൻ്റെ കസിനായിട്ടുള്ള മിഗുവലായിരുന്നു. വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഒരു സൈനികനായിരുന്നു മിഗുവൽ. യുദ്ധത്തിനിടയിൽ അവൻ ക്രൂരമായി ഉപദ്രവിക്കുകയും തലയേർത്ത് കൊല്ലുകയും ചെയ്ത സ്ത്രീകളുടെ പോളറോയിഡ് ഫോട്ടോകൾ അവൻ ആ കൊച്ചുകുട്ടിയെ കാണിച്ചു കൊടുത്തു. ശേഷം അഭിമാനത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. റിച്ചാർഡിന് 13 വയസ്സുള്ളപ്പോൾ അവൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മിഗുവൽ തൻ്റെ ഭാര്യയെ വെടിവെച്ച് കൊന്നു. ഇതിൽ നിന്നൊരു ട്രോമയല്ല റിച്ചാർഡിനുണ്ടായത്, പകരം അവനും ഈ കാര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനുശേഷം റിച്ചാർഡ് പൂർണ്ണമായിട്ടും ഡ്രഗ്സിന് അടിമപ്പെട്ടു. അവൻ വലിയ വലിയ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. പതുക്കെ സാത്താൻ സേവയിലേക്ക് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. ശേഷം ലോകമറിഞ്ഞ നൈറ്റ് സ്റ്റോക്കറുടെ ആദ്യ കൊലപാതകം നടന്നത് 1984 ജൂണിൽ നടന്ന 79 വയസ്സുകാരിയായ ജെനി വിൻകോയുടേതാണെന്നാണ് പോലീസ് വർഷങ്ങളോളം കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ റിച്ചാർഡ് റാമറസ് മരിക്കുന്നതിന് വെറും 4 കൊല്ലം മുന്നേ, അതായത് 2009 കാലിഫോർണിയ പോലീസ് പഴയ ചില കേസുകളുടെ DNA പരിശോധന നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നത്. അതായത് 1984 ഏപ്രിൽ 10 സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ബേസ്മെൻറ്റിൽ വെച്ചിട്ട് ലിയാങ് എന്ന് പറയുന്ന ഒരു 9 വയസ്സായ ചെറിയ ചൈനീസ് പെൺകുട്ടീനെ ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിച്ച് കൊന്നത് റിച്ചാർഡ് റാമറസ് ആയിരുന്നു. ഇതായിരുന്നു അയാളുടെ ആദ്യത്തെ കൊലപാതകം. അതിനുശേഷമായിരുന്നു റിച്ചാർഡ് കാലിഫോർണിയയിലേക്ക് മാറുകയും അവിടെ ഉടനീളം അവൻ്റെ കൊലപാതക പരമ്പരകൾ ആരംഭിക്കുന്നതും. അവൻ ഇരകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു എന്നാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാത്താൻ്റെ സംഖ്യയായിട്ടുണ്ടായിരുന്ന 666 എന്ന നമ്പറിനോട് റാമറസിന് കടുത്ത ഇഷ്ടമായിരുന്നു. അവൻ കാലിഫോർണിയയിലൂടെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ലോക്കൽ ബസ്സുകളുടെ ടിക്കറ്റിൽ 6 എന്ന നമ്പർ ഉള്ളതൊക്കെ അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. പല കൊലപാതകങ്ങളും നടന്നത് ലോസ് ഏഞ്ചൽസിലെ ഇൻ്റർസ്റ്റേറ്റ് 5 ഹൈവേക്ക് അടുത്തുള്ള വീടുകളിലായിരുന്നു. രാത്രിയിൽ ഈ ഹൈവേയിലെ ഏതൊക്കെ വീടിനാണ് തുറന്നിട്ടിരിക്കുകയെന്ന് നോക്കി വയ്ക്കുകയായിരുന്നു അവൻ്റെ രീതി. പല വീടുകളിലും കയറിയ ഉടൻ അവൻ അവിടുത്തെ പ്രധാന ഫ്യൂസ് ഊരുകയോ അതോ ലൈറ്റുകൾ കേടുവരുത്തുകയോ ചെയ്യുമായിരുന്നു. ഇരകളെ ഇരുട്ടിൽ പേടിച്ച് വിറയ്ക്കുന്നത് കാണാൻ അവന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. പുരുഷന്മാരെ വെടിവെച്ച് കൊന്ന ശേഷം അവരുടെ ഭാര്യമാരെ ക്രൂരമായി ഉപദ്രവിക്കുക അവൻ്റെ വിനോദമായിരുന്നു. അവൻ കൊലപാതകം നടത്തിയ വീടുകളിലെ ചുവരുകളിലും ഇരകളുടെ ശരീരത്തിലുമൊക്കെ സാത്താൻ്റെ ചിഹ്നമായിട്ടുണ്ടായിരുന്ന പെൻഡഗ്രാമം വരച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ കൊലപാതകത്തിന് ശേഷം വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കൂടെ തന്നെ ഇരകളുടെ കുറച്ച് പേഴ്സണൽ ബിലോങ്സ് കൂടെ അവൻ കൂടെ കൊണ്ടുപോയായിരുന്നു. ഇതൊക്കെ അയാൾക്ക് കിട്ടുന്ന എന്തൊരു ട്രോഫി ആയിട്ടാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുമ്പോൾ അവൻ താമസിച്ചുകൊണ്ടിരുന്നത് കുപ്രസിദ്ധമായിട്ടുള്ള സെസിൽ ഹോട്ടലിലെ 14ാം നില റൂമിലായിരുന്നു. കൊലപാതകത്തിന് ശേഷം ചോര പുരണ്ട വസ്ത്രങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ഇരകളുടെ വീട്ടിൽ നിന്ന് തന്നെ പുതിയ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് ധരിക്കുമായിരുന്നു. ഈ ചോര പുരണ്ട പഴയ വസ്ത്രങ്ങൾ അവിടുത്തെ ബിന്നിലാണ് കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിരുന്നത്. ഹോട്ടലിലെ ആളുകൾ ഇത് വെറും സാധാരണ മാലിന്യമാണെന്ന് കരുതിയിട്ട് കളഞ്ഞു. ഇത് പോലീസിന് തുടക്കത്തിൽ തെളിവുകൾ ലഭിക്കുന്നതിന് വൈകിച്ചിരുന്നു. റാമറസ് പിടിക്കപ്പെട്ട ഉടൻ തന്നെ പോലീസ് സെസിൽ ഹോട്ടലിൽ അവൻ്റെ മുറി അരിച്ചു പെറുക്കി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തി. അവൻ്റെ മുറിക്കുള്ളിൽ കറുത്ത തുണി കൊണ്ട് മൂടിയ ഒരു രഹസ്യ സാത്താനിക് അൾത്താര ഉണ്ടായിരുന്നു. അതിനു മുകളിൽ ഇരകളിൽ നിന്ന് മോഷ്ടിച്ച രക്തം പുരണ്ട ചില ആഭരണങ്ങളും ഒരു വലിയ കുരിശ് തലകീഴായി വെച്ചതും ഉണ്ടായിരുന്നു.
ഇതിനൊപ്പം സാത്താനെ സ്തുതിച്ചുകൊണ്ട് അവൻ സ്വന്തം ചോര കൊണ്ട് എഴുതിയ ചില വിചിത്രമായ കവിതകളും ഡയറി കുറിപ്പുകളും പോലീസിന് ലഭിച്ചു. എന്നാൽ കൊലപാതകം നടന്ന പല സ്ഥലങ്ങളിലും ഒരേ ബ്രാൻഡിൻ്റെ അപൂർവമായിട്ടുള്ള ബാസ്ക്കറ്റ്ബോൾ ഷൂസിൻ്റെ അടയാളം പോലീസ് കണ്ടെത്തിയിരുന്നു. ആ സമയത്ത് ഈ മോഡൽ ഷൂസ് അമേരിക്കയിൽ വളരെ കുറച്ച് മാത്രമേ വിറ്റഴിക്കപ്പെട്ടിരുന്നുള്ളൂ. കാലിഫോർണിയയിൽ ഉടനീളം നടക്കുന്നത് ഒരൊറ്റ കില്ലറുടെ ക്രൂരതയാണെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഈ ഷൂസിൻ്റെ പാടുകൾ വഴിയാണ്. എന്നാൽ ഈ കേസ് ഇത്രയും നീണ്ടുപോകാൻ കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങളായിരുന്നു. പോലീസ് രഹസ്യമായി വെച്ചിരുന്ന ഈ ഷൂസിൻ്റെ അടയാളങ്ങൾ അന്നത്തെ സാൻ ഫ്രാൻസിസ്കോ മേയർ ഒരു പത്രസമ്മേളനത്തിനിടയിലൂടെ പരസ്യമാക്കി. ഇത് ടി വിയിൽ കണ്ട റിച്ചാർഡ് റാമറസ് ജാഗരൂകനാകുകയും ആ ഷൂസ് ലോസ് ഏഞ്ചൽസിലെ നദിയിൽ ഒഴുക്കി തെളിവ് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളുടെ ഈ അനാവശ്യ ഇടപെടൽ കാരണം റാമറസ് രക്ഷപ്പെടുകയും വീണ്ടും ചില കൊലപാതകങ്ങൾ കൂടി നടത്തുകയും ചെയ്തു. റാമറസിൻ്റെ കൈകളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചിലരുടെ മൊഴികളാണ് പിന്നീട് പോലീസിനെ സഹായിച്ചത്. മേരി ഫെർണാണ്ടസ് എന്ന സ്ത്രീയെ അന്വേഷിച്ചപ്പോൾ അവൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ദേഷ്യം വന്ന റാമറസ് അവളോട് സാത്താനെ സ്തുതിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും പോലീസിന് കൊലയാളിയുടെ കൃത്യമായ വിവരണം നൽകുകയും ചെയ്തു. അതുപോലെ ഒരു രാത്രി റാമറസ് ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് ദമ്പതികളെ ആക്രമിക്കുന്നത് അവരെ 8 വയസ്സുള്ള മകൻ ഒളിച്ചിരുന്ന് കണ്ടു. ആ കുട്ടി പിന്നീട് FBI ഡിറ്റക്റ്റീവ്സിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അയാളുടെ കണ്ണുകൾ ഇരുട്ടിൽ ഒരു മൃഗത്തെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നെന്നാണ്. സംസാരിക്കുമ്പോൾ അയാളുടെ പല്ലുകൾക്കിടയിൽ നിന്ന് കറുത്ത ദ്രാവകം വരുന്നുണ്ടായിരുന്നു. അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കാരണം റാമറസിൻ്റെ പല്ലുകൾ പൂർണ്ണമായും കറുത്ത് ജീർണിച്ചിരുന്നു. ഈ മൊഴിയാണ് കൊലയാളി കടുത്ത മയക്കുമരുന്നിന് അടിമയായ ഒരു സൈക്കോപാത്താണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് സഹായിച്ചത്. 1985 ഓഗസ്റ്റിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ നിന്ന് ഒരു സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവർ റാമറസ് സഞ്ചരിച്ച പഴയ കാറിൻ്റെ വിവരങ്ങളും നമ്പറും പോലീസിന് നൽകി. പോലീസ് ആ കാറ് കണ്ടെത്തുകയും അതിനുള്ളിൽ നിന്ന് വിരലടയാളം വേർതിരിച്ചെടുക്കുകയും ചെയ്തു. ആ ഫിംഗർ പ്രിൻ്റ് വെച്ച് റിച്ചാർഡ് റാമറസ് എന്ന പഴയൊരു കള്ളൻ്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. 1985 ഓഗസ്റ്റ് 30 പോലീസ് റാമറസിൻ്റെ ഒരു ഫോട്ടോ എല്ലാ മീഡിയയ്ക്കും പുറത്തുവിട്ടു. തൊട്ടടുത്ത ദിവസം 1985 ഓഗസ്റ്റ് 31 റിച്ചാർഡ് റാമറസ് ഈസ്റ്റ് ലോസ് ഏഞ്ചലസിലെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവനൊരു കടയിലിരുന്ന് പത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. മുൻ പേജിൽ തന്നെ തൻ്റെ മുഖം വാണ്ടഡ് എന്ന തലക്കെട്ടിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു. ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കി അവൻ ഓടാൻ തുടങ്ങി. അവൻ 2 സ്ത്രീകളുടെ കാറുകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന മെക്സിക്കൻ അമേരിക്കൻ വംശജരായിട്ടുണ്ടായിരുന്ന നാട്ടുകാർ അവനെ വളഞ്ഞിട്ട് ഉപദ്രവിച്ചു. പോലീസല്ല അവനെ ആദ്യം ശിക്ഷിച്ചത്, ജനങ്ങളായിരുന്നു. അവർ അവനെ ഇരുമ്പുവടികളും കല്ലുകളും ഉപയോഗിച്ച് ക്രൂരമായി തല്ലിച്ചതച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നാട്ടുകാരുടെ തല്ലും കൊണ്ട് ചോരയിൽ കുളിച്ച് എന്നെ രക്ഷിക്കൂ എന്ന് പോലീസിനോട് യാചിക്കുന്ന നൈറ്റ് സ്റ്റോക്കറെയാണ് ലോകം കണ്ടത്. 1989 നടന്ന വിചാരണ അമേരിക്കൻ ചരിത്രത്തിലെ വലിയൊരു മാധ്യമ സർക്കസ് ആയിരുന്നു. റാമറസ് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. അവൻ കോടതിയിൽ വെച്ച് തൻ്റെ കൈവേളയിൽ വരച്ച പെൻഡഗ്രാം ക്യാമറകൾക്ക് നേരെ കാണിച്ച് ഹെയിൽ സാത്താൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വിചാരണ നടക്കുന്ന സമയത്ത് കോടതിയെയും അമേരിക്കൻ ജനതയെയും ഞെട്ടിച്ച ഒരു കാര്യം കൂടിയുണ്ട്. റാമറസിൻ്റെ കേസിലെ വിധി പ്രസ്താവിക്കാൻ വരുന്ന ജൂറി അംഗങ്ങളിൽ ഒരാളായ ഫിലിസ് സിംലെറ്ററിനെ വിചാരണയുടെ മധ്യത്തിൽ വെച്ച് സ്വന്തം വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. റാമറസിൻ്റെ പുറത്തുള്ള സാത്താനിക് ഗ്യാങ് അംഗങ്ങൾ കോടതിയെ ഭയപ്പെടുത്താൻ വേണ്ടി അവളെ കൊലപ്പെടുത്തിയതാണെന്ന് രാജ്യം മുഴുവൻ വിശ്വസിച്ചു. കോടതിയിൽ വലിയ പരിഭ്രാന്തി പടർന്നു. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ റാമറസിന് ഇതിൽ പങ്കില്ലെന്നും അവരുടെ കാമുകൻ തന്നെയാണ് അവരെ കൊന്നതെന്ന് തെളിഞ്ഞു. എങ്കിലും ആ സമയത്ത് ഈ സംഭവം റാമറസ് എന്ന പേരിന് ചുറ്റുമുള്ള ഭീതി ഇരട്ടിയാക്കിയിരുന്നു. വിചാരണ സമയത്ത് റിച്ചാർഡ് റാമറസ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വൻ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. അവനൊരു ചെറിയ കൈവിലങ്ങ് തുറക്കുന്ന ചാവി ജയിലിനുള്ളിൽ കണ്ടെത്തി സ്വന്തം തൊണ്ടയ്ക്കുള്ളിലാണ് ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നത്. കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വിലങ്ങഴിച്ച് രക്ഷപ്പെടാനായിരുന്നു അവൻ്റെ പ്ലാന്. എന്നാൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ ഈ ചാവി പോലീസുകാർ കണ്ടെത്തുകയും അതോടെ അവൻ കടുത്ത സുരക്ഷയുള്ള സെല്ലിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ജയിൽ അധികൃതരുടെ ചിലവിലുള്ള ഡെൻ്റൽ സർജറിയിലൂടെ റാമറസ് തൻ്റെ പല്ലുകളെല്ലാം വെളുപ്പിച്ചു. ഈ പുതിയ ക്ലീൻ ലുക്ക് കണ്ടിട്ടും അവൻ്റെ നിഗൂഢമായ ക്രൂരത കണ്ടിട്ടും ഭ്രാന്തായിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടം ഫാൻസ് അവനുണ്ടായിരുന്നു. അവരവന് ജയിലിലേക്ക് കൃത്യമായിട്ട് തന്നെ ലെറ്റേഴ്സൊക്കെ അയച്ചുകൊണ്ടിരുന്നു. അതിലൊരാളായിരുന്ന ഡോറിൻ ലിലോയ് എന്ന് പറയുന്ന മാഗസിൻ എഡിറ്ററെ അവൻ 1996 ഒക്ടോബറിൽ ജയിലിൽ വെച്ചിട്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. കോടതി അവന് മരണശിക്ഷ വിധിച്ചപ്പോൾ യാതൊരു കുലക്കവുമില്ലാതെ ക്യാമറകളിൽ നോക്കിയിട്ട് റിച്ചാർഡ് റാമറസ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. കൊലപാതകം എന്നതൊരു വലിയ കാര്യമായി എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ വെറും പുഴുക്കളാണ്. എനിക്ക് എന്നെക്കുറിച്ചോ നിങ്ങൾ വിധിച്ച ശിക്ഷയെക്കുറിച്ചോ യാതൊരു ഭയവുമില്ല. മരണശിക്ഷ എപ്പോഴും ഉണ്ടല്ലോ. ഡിസ്നിലാൻഡിൽ കാണാം. കോടതി അവന് 13 കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത കൃത്യങ്ങൾക്ക് 19 മരണശിക്ഷകൾ വിധിച്ചു. ശിക്ഷ നടപ്പാക്കുന്നത് കാത്ത് 23 വർഷത്തോളം അവൻ കാലിഫോർണിയയിലെ സാൻ ക്വിൻറ്റിൻ ജയിലിലെ ഡെത്ത് റോയിൽ കഴിഞ്ഞു. കാലിഫോർണിയയിലെ നിയമ നടപടികളുടെ സങ്കീർണത കാരണം അവൻ്റെ ശിക്ഷ നടപ്പാക്കാൻ വർഷങ്ങൾ നീണ്ടുപോയി. പുറത്ത് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി വേട്ടയാടിയ റാമറസ് സാൻ ക്വിൻ ജയിലിലെ മറ്റ് അതിക്രൂരമായ തടവുകാരെ കണ്ട് പേടിച്ചിരുന്നു. അവനെ കൊല്ലാൻ ജയിലിനുള്ളിലെ ഗ്യാങ്ങുകൾ പ്ലാൻ ചെയ്തിരുന്നു. തടവുകാർ തന്നെ തല്ലിക്കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ റാമറസ് ജയിൽ അധികൃതരോട് തനിക്ക് പ്രത്യേക സുരക്ഷ വേണമെന്ന് യാചിച്ചു. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പേടിച്ചുകൊണ്ടിരുന്ന അവൻ
തൻ്റെ ജീവിതാവസാന കാലത്തെ 23 വർഷങ്ങൾ ജയിലിനുള്ളിലെ ഒരു ചെറിയ മുറിയിൽ മറ്റു തടവുകാരെ പേടിച്ച് ഒളിച്ചാണ് കഴിഞ്ഞത്. പിന്നീട് 2009 9 വയസ്സുകാരിയായിട്ടുണ്ടായിരുന്ന മെയ് ലിയാങ്ങിനെ കൊലപ്പെടുത്തിയ കേസിൽ റിച്ചാർഡിൻ്റെ DNA പോസിറ്റീവ് ആയതോടെ ഭാര്യ ഡോറീൻ അവനെ ഉപദേശിച്ചു പോയി. ഒടുവിൽ മനുഷ്യൻ നൽകിയ ശിക്ഷയേക്കാൾ കഠിനമായ വേദന അനുഭവിച്ചാണ് അവൻ മരിച്ചത്. അവന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ശരീരം പൂർണ്ണമായും തളർന്ന് ആരും തുണയില്ലാതെയാണ് അവൻ ജയിലിൽ കിടക്കയിൽ വെച്ച് അവസാനം ശ്വാസമെടുത്തത്. 2013 ജൂൺ 7 53-ാം വയസ്സിലായിരുന്നു മരണം. അവൻ മരിച്ചതിന് ശേഷം ആ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ആരും തിരിഞ്ഞു നോക്കാതെ ഒരു അനാഥനെ പോലെ ജയിൽ അധികൃതർ തന്നെ ആ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. താൻ ആരാധിച്ച സാത്താൻ പോലും അവനെ രക്ഷിച്ചില്ല. നൈറ്റ് സ്റ്റോക്ക് ഇല്ലാതായി. എങ്കിലും അവൻ വിധിച്ച പേടി ഇന്നും അമേരിക്കയിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ കടുത്ത ഓർമ്മയായി. അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ വാതിലുകളും ജനലും കൃത്യമായി പൂട്ടിയിട്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റേ സേഫ്, സ്റ്റേ അലേർട്ട്.